നമസ്കാരം. ഞാൻ ഇത്രയും നാളും ഇതിലൊരു വോയിസും ഇട്ടിട്ടില്ല. കാരണം എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അധികം സ്ട്രെയിൻ ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതുകൊണ്ടാണ് ഞാനൊരു വോയിസ് വിടാഞ്ഞത്. എന്നാലും എൻ്റെ ഈ രചന മിക്കവരും വായിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി. ഇനി എൻ്റെ വോയിസിലാണ് ഈ കഥ കേൾക്കുന്നത്. പ്രണയത്തിൻ്റെ തടവറ ഭാഗം 9. നിനക്ക് വേറെ വല്ലതും എന്നോട് പറയാനുണ്ടോ? അമ്മു, വല്ലതും നീ വിളിക്കുന്നുണ്ടോ എന്നോട്? എന്ത് വിളിക്കാൻ? ഒന്നുമില്ല, എനിക്ക് തോന്നിയതാവും. അമ്മു എന്തു ചെയ്യുന്നു? ഞാൻ നേഴ്സാണ്. ഏത് ഹോസ്പിറ്റൽ? മെഡിക്കെയർ. മുത്തച്ഛൻ അഡ്മിറ്റായ ഹോസ്പിറ്റലാണോ? ആ, അത് തന്നെ. പെട്ടെന്ന് അമ്മുവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു. എന്താണ് മോളെ ഒരു ചിരിയൊക്കെ? അത് ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല ചേച്ചി. ഞാൻ ചേച്ചിക്ക് ഫുഡ് എടുക്കാം. ഞാനിന്ന് ഇവിടെയാണ് കിടക്കുന്നത്. അവൾ വിഷയം മാറ്റാൻ പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. നിൻ്റെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ? അല്ല ചേച്ചി, വീട്ടിൽ മാലതി ചേച്ചി വരും രാത്രി. അതുകൊണ്ട് പേടിക്കാനില്ല. ചേച്ചിക്ക് വേദനയുണ്ടോ? വേദന ഒന്നുമില്ല. ഇതിലും വലിയ വേദനയൊക്കെ ഉണ്ടെന്നോ? അത് ഏത് വേദന? ശരീരത്തിൻ്റെ വേദന മുറിവണിയാൽ മാറും, പക്ഷെ മനസ്സിനേറ്റ മുറിവ് ഒരിക്കലും ആയില്ല. അതും ശരിയാ. എന്നാലും ചേച്ചിയുടെ ആദ്യരാത്രി കുളമായല്ലോ. തൽക്കാലം ഞാനൊരു ഗ്ലാസ് പാൽ കൊണ്ടുതരാം. പാലാ? എന്തിന്? എന്നാൽ പിന്നെ കുറച്ച് ബൂസ്റ്റ് ഇട്ട് പാലെടുക്കാം. ഇനി നാളെ രാവിലെ ഭദ്രേട്ടൻ വന്നാൽ ചേച്ചിക്ക് സ്റ്റാമിന പോരാന്ന് പറയരുത്. അതിനെതിരെ ബൂസ്റ്റ്? ചേച്ചി കേട്ടില്ലേ? ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന്. അതിന് കുറച്ച് ബൂസ്റ്റ് ഇട്ട് ഞാൻ പാൽ തരും, ചേച്ചി കുടിക്കണം. എനിക്ക് വേണ്ട നിൻ്റെ ബൂസ്റ്റ്. അങ്ങനെ പറയരുത്, ചേച്ചി കുടിക്കണം. ഒരു അര ഗ്ലാസ് പാൽ ബൂസ്റ്റ് ഇട്ട്. എനിക്കൊന്നും വേണ്ട, പ്ലീസ് ചേച്ചി, എനിക്ക് വേണ്ട. എന്നിട്ടാവുമോ? അല്ലെങ്കിലും ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. ഞാൻ പാവപ്പെട്ട വീട്ടിലല്ലേ, എൻ്റെ അമ്മ ഇവിടുത്തെ വേലക്കാരിയല്ലേ. അടിയിൽ ഇതൊന്നും ഓർത്തില്ല. നീ എന്തൊക്കെയാണ് അമ്മ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാനും ഇവിടുത്തെ കാര്യസ്ഥൻ്റെ മോൾ ആയിരുന്നില്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? എന്നിട്ട് മുത്തച്ഛനോ മുത്തശ്ശിക്കോ ശ്രീയേട്ടനോ കുഴപ്പമില്ലല്ലോ. പിന്നെ എന്താ എനിക്ക്? നീ എന്തൊക്കെയാണ് ചിന്തിക്കുന്നു അമ്മു? എനിക്ക് നല്ല സങ്കടമായിട്ടോ. ഞാൻ മുഖം തിരിച്ചിരുന്നു. സോറി ചേച്ചി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്നാൽ പിന്നെ മോൾക്ക് ഒരു ഗ്ലാസ് പാൽ കൊണ്ടുപോവാ, നമുക്ക് കുടിക്കാം. നല്ലോണം ബൂസ്റ്റ് ഇട്ടോ. ശരി ചേച്ചി. അമ്മ അതും പറഞ്ഞ അടുക്കളയിലേക്ക് പോയി. പാവം, അതും കളിക്കുകയാണ്. കണ്ട സീരിയലൊക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആരോടെങ്കിലും ആത്മകഥ പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മ റെഡി. കയ്യിലൊരു ഗ്ലാസ്സുമുണ്ട്. എന്നെ നേരെ നീട്ടി. ഞാൻ വേഗം ഗ്ലാസ് വാങ്ങി. ഇതെന്താ? നീ പാലെടുക്കാൻ പോയിട്ട് ഇതെന്താ? പാൽ കൊള്ളില്ല ചേച്ചി. പാലൊക്കെ ആരെങ്കിലും കുടിക്കോ? അതൊക്കെ സിനിമയിലും സീരിയലും കാണുന്നതല്ലേ. അവർക്ക് കാശ് കിട്ടാൻ ചേച്ചി തൽക്കാലം ഇത് കുടിക്കും. അനാർ ജ്യൂസാണ്. മാതളനാരങ്ങയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്തിനേറെ മുറിവ് കൊടുക്കുന്ന വൈറ്റമിൻ കെ, കൂടാതെ ഫൈറ്റോ കെമിക്കലുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റാമിൻ സി എന്നിവയാൽ സമ്പന്നമാണ് മാതളനാരങ്ങ. മാതളനാരങ്ങ സ്ഥിരമായി ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കിയാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. ധനസംബന്ധിയായ പ്രശ്നങ്ങൾക്ക് മാതളനാരങ്ങ മികച്ചൊരു പ്രതിവിധിയാണ്. മാതളനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് ധമനികളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പും മറ്റും നീക്കുന്നതിന് സഹായിക്കുന്നു. ഇത്രയും ഗുണങ്ങളുണ്ട്. മതിയേ, ഞാൻ കുടിച്ചോളാം. അപ്പോൾ നിന്റെ പാലിനും ബൂസ്റ്റിനും ഉള്ളതിനേക്കാൾ പവറുണ്ടോ? തീർച്ചയായും. കണ്ടോ, ഞാൻ ഇത്ര നേരം സംസാരിച്ചിട്ടും ചേച്ചി കുടിച്ചില്ല. ചേച്ചിക്ക് എന്നെ ഇഷ്ടമില്ല എന്നിട്ടല്ലേ? നേഴ്സിംഗ് പഠിച്ചിട്ട് ആകെയുള്ള ഗുണം ഇതാണ്. അമ്മ മനസ്സിൽ പറഞ്ഞു. ദൈവമേ, ബാക്കി പറയണ്ട, ഞാൻ കുടിച്ചോളാം. ഞാൻ വേഗം കുടിച്ചു. ഗ്ലാസ് അവൾക്ക് കൊടുത്തു. അവൾ എന്നെ നോക്കി ചിരിച്ചു. ഇനി പറ, എന്താ പാൽ തരാഞ്ഞത് നീ? ചേച്ചി, ഈ 10 മണിക്ക് ഞാൻ എവിടെ നിന്ന് പാൽ കൊണ്ടുവരും? മാത്രമല്ല ഞാൻ അവളെ നോക്കി നോക്കി. ഒന്നുമില്ല ചേച്ചി, അങ്ങോട്ട് നീ കിടക്ക്, ഞാൻ കിടക്കട്ടെ. ഞാൻ വേഗം നീക്കി കിടന്നു. അവൾ കിടന്നിട്ട് പുതപ്പ് വലിച്ചിട്ടു. അതേ, ഏട്ടനാണെന്ന് കരുതി എന്നെ ഉറക്കത്തിൽ ഒന്നും ചെയ്യരുത്. എൻ്റെ ചരിത്രമാകരുത്. പോടി. ഞാൻ ആ തലയിലെടുത്ത് അവൾക്ക് 2 കൊടുത്ത് തിരിഞ്ഞു കിടന്നു. അതേസമയം സ്ത്രീക്ക് ഒരു കോൾ വന്നു. സ്ത്രീ വേഗം കൊടുത്തു. ഹലോ, നീ സംശയിച്ചത് ശരിയാണ്. ആരോ പറ്റിയതാണ്. പക്ഷെ നമ്മൾ 2 പേര് മാത്രമല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എങ്ങനെ? എനിക്കറിയില്ല സ്ത്രീ. 500 കോടിയുടെ പ്രൊജക്റ്റാണ്. മുത്തച്ഛൻ അറ്റാക്ക് വന്നത് ടെൻഡർ നഷ്ടപ്പെട്ട കാരണമാണ്. ബിസിനസ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രോജക്റ്റ് നഷ്ടമാവുന്നത്.
അതും നമ്മൾ വെച്ചതിനേക്കാൾ 2 ലക്ഷത്തിൻ്റെ വ്യത്യാസത്തിൽ. ഞാൻ ഒരു അന്വേഷണം നടത്തി. വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്കാണ് ടെൻഡർ കിട്ടിയിരിക്കുന്നത്. നമ്മൾ മാത്രമാണ് അവരുടെ ടാർജറ്റ്. നീ വർമ്മയെ കണ്ടോ? ഇല്ല. വർമ്മ ഗ്രൂപ്പിൻ്റെ വർമ്മ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അയാളുടെ PA ആണ് എല്ലായിടത്തും വരുന്നത്. അപ്പോൾ അയാളുടെ ടാർജറ്റ് ദേവ ഗ്രൂപ്പിൻ്റെ പതനം ആയിരിക്കും അല്ലേ? അതെ ശ്രീ, ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരൂ. നീ വേഗം വായോ, എനിക്ക് കുറച്ച് പറയാനുണ്ട്. നേരിട്ടാവട്ടെ. ശരിയടാ, ഓക്കെ. ശ്രീ വേഗം ഫോൺ വെച്ചു. നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് കാർ പാർക്ക് ചെയ്തു. വേഗം ഹോസ്പിറ്റൽ റൂം തുറന്ന് അകത്തേക്ക് കയറി. മുത്തശ്ശി കസേരയിലിരിക്കുന്നു, മുത്തച്ഛൻ കിടക്കുന്നു. മുത്തച്ഛൻ്റെ അടുത്തായി ബാമ ചിറ്റ ഇരിക്കുന്നു. നീ വന്നോ ശ്രീ? ചിറ്റമ്മൂമ്മ വേഗം പുറകിലേക്ക് നോക്കി. നന്ദ വന്നില്ല. അവളുടെ കാലിന് സുഖമില്ല, സ്റ്റിച്ച് ഇട്ടിരിക്കുകയാണ്. അമ്മുവിനെ കൂട്ടിയിരുത്തിയിട്ടാണ് ഞാൻ വന്നത്. അത് എന്തായാലും നന്നായി മോനെ, പാവം കുട്ടിയാ. ശിവ, മുത്തശ്ശി പറഞ്ഞു. അതേ പാവമാണ്, പക്ഷെ കണ്ടില്ലേ എൻ്റെ ഏട്ടൻ അവൾ കാലുകുത്തിയപ്പോൾ തന്നെ വീണുപോയി. ഇനി അടുത്തത് ആരൊക്കെയാണാവോ? ചിറ്റമ്മൂമ്മ പറഞ്ഞത് കേട്ടിട്ട് ശ്രീക്ക് ആകെ ദേഷ്യം വന്നു. നീ ഒന്ന് മിണ്ടാതിരിക്കും ബാമേ, മുത്തച്ഛൻ പറഞ്ഞു. ഏട്ടൻ എന്നെ മിണ്ടാതെ ഇരുത്തിയിട്ട് എന്തിനാ? വന്ന പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുമോ? ഞാൻ പുറത്തിരിക്കാം, ഋഷിയെ കണ്ടിട്ട് വരാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ വല്ലതും പറഞ്ഞു പോകും. അതിലും നല്ലത് പുറത്തേക്ക് പോകുന്നതാണ്. ശ്രീ വേഗം പുറത്തേക്കിറങ്ങി. കണ്ടാ അവൻ പോയത്? നീ എന്തൊക്കെയാ പറഞ്ഞത്? അവന് വിഷമമായി കാണും. കണ്ടാ, അവിടെ ഒരുത്തി വന്നു കയറിയില്ല. അപ്പോഴേക്കും അവൾ അവനെ കറക്കിയെടുത്തു. നിങ്ങളെയും വശത്താക്കി. ഇപ്പോൾ കണ്ടില്ലേ? ഇപ്പോൾ എന്താ? ഒന്നുമില്ല. സ്വഭാവം കണ്ടില്ലേ? വന്നപ്പോഴേക്കും റെസ്റ്റ് എടുക്കുന്നു. ഞാനൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞാ കെട്ടിയോൻ്റെ മുഖത്ത് നോക്കിയത്. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, നീ അതൊക്കെ വിട്ടുകളവാമേ. ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എന്നെ ആർക്കും ഒരു വിലയുമില്ലേ? നീ ഒന്നും മിണ്ടാതെ ഇരിക്കും ബാമേ. ജാതകദോഷമല്ലാതെ എന്താ? ഇനി ഭദ്രന് എന്തെങ്കിലും പറ്റിയാലേ നിങ്ങൾ പഠിക്കൂ എന്ന് വെച്ചാൽ? ബാമേ, ആ വൃദ്ധൻ ഒരു താക്കീതോടെ വിളിച്ചു. നാത്തൂനെങ്കിലും പറ ഏട്ടനോട്. ഞാൻ എന്ത് പറയാൻ? നിന്റെ ആദ്യ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് മരിച്ചത് നിന്റെ ജാതകദോഷം കൊണ്ടാണോ? നിന്റെ പേരക്കുട്ടി 10 വർഷമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? കുട്ടികളില്ലാത്തത് നിന്റെ ജാതകദോഷം കൊണ്ടാണോ? പറ നീ. തുടരും.